സങ്കീർത്തകൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ദൈവമേ, എന്റെ ജീവനും എന്റെ ശരീരവും തളർന്നിരിക്കുന്നു. കാരണം എന്താ? ഹൃദയത്തിൽ ഇങ്ങനെ ദുഃഖം നിറഞ്ഞ് ശരീരവും തളർന്നു, മനസ്സും തളർന്ന് എല്ലാറ്റിനോടും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിലൂടെ സങ്കീർത്തകൻ കടന്നു പോവുക. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പലരും ഇതിനകത്തുണ്ടാകും. എന്നിട്ട് പറയാണ്, എന്റെ ആയുസ് ദുഃഖത്തിലും എന്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു. ദുരിതം കൊണ്ട് ശക്തി ക്ഷയിക്കുന്നു, എന്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ഇതൊരവസ്ഥയാന്ന് നോക്കിക്കേ. ഈ ദുഃഖവും നിരാശയും ഒക്കെ മനസ്സിൽ നിറയുമ്പോ ഗുരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവന്റെ മനസ്സ് തളരാൻ തുടങ്ങും. രണ്ട്, അവന്റെ ശക്തി ചോർന്നു പോകാൻ തുടങ്ങും. മൂന്ന്, അവന്റെ ശരീരത്തിന്റെ ബലം കുറയാൻ തുടങ്ങും. അവന്റെ അസ്ഥികൾ വരെ ദ്രവിക്കാൻ തുടങ്ങും. ആത്മീയ കാരണം അമിതമായ ഭയം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഉദര സംബന്ധമായ ഇഷ്യൂസുകള്, നമ്മുടെ അസ്ഥികളെ പോലും, അതുകൊണ്ടാണല്ലോ അസ്ഥികളെ പോലും ജീർണിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. പാപം നമ്മുടെ അസ്ഥികളെ ജീർണിപ്പിക്കും. നമ്മൾ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം, ആ പാപത്തിന്റെ പരിണത ഫലമായി രോഗിയായി മാറാം. സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എഴുതി വെച്ചിരിക്കുക, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. കണ്ടോ? ഈ പാപത്തിന്റെ പരിണത ഫലമായിട്ട് നമുക്ക് ശരീരത്തിൽ രോഗങ്ങൾ വരാം. വചനം പറയുന്നു, അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. വിനാശത്തിൽ നിന്നും അവിടുന്ന് അവരെ വിട്ടുവിച്ചു. ഹല്ലേലൂയ. ഈ സങ്കീർത്തകൻ ചെയ്ത എന്നാ? ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോഴും ദൈവത്തിലേക്ക് വന്ന്, ദൈവമാണ് എന്റെ സങ്കേതം, ദൈവമാണ് എന്റെ ആശ്രയം, ദൈവം മാത്രമാണ് എന്റെ ആശ്രയം. ശത്രു സൈന്യം എന്റെ ചുറ്റും ഇങ്ങനെ ഉയർന്നു വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു തീരുമാനം സങ്കീർത്തകൻ എടുത്തു എന്നുള്ളതാണ് സങ്കീർത്തകന്റെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട പാഠം. പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നോർമലി നമ്മുടെ ജീവിതം അതോടുകൂടി തീർന്നു. പിന്നെ നമുക്ക് വലിയ പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, എല്ലാം അവസാനിച്ചിന് മുന്നോട്ട് പോകില്ല എന്നൊക്കെ വിചാരിച്ച് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ആത്മീയവും ഭൗതികവും മാനസികവുമായ സംഘർഷങ്ങളാൽ അലട്ടപ്പെടുമ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയിച്ച്, ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച്, ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ, ദൈവമക്കളെ വിശ്വസിക്ക്, ദൈവം നമ്മളെ എക്കാലത്തേക്കുമായി തള്ളിക്കളയുന്ന ദൈവമല്ല. ഇത്രയും നാള് നീ കർത്താവിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരങ്ങളിൽ അഭയം പ്രാപിച്ച് നീ പൊക്കൊണ്ടിരിക്കുവായിരുന്നു. തമ്പുരാൻ നിന്നിങ്ങനെ താങ്ങി നടത്തുമായിരുന്നു. അപ്പൊ നീ അഹങ്കരിക്കാൻ തുടങ്ങി. നിനക്ക് കിട്ടിയതിനെ ഓർത്ത്, നിനക്ക് ലഭിച്ചതിനെ ഓർത്ത്, നീ സ്വന്തമാക്കിയതിനോർത്ത് അവസാനം നീ പറഞ്ഞ് എല്ലാം ഞാൻ ഉണ്ടാക്കിയെന്നായി, എല്ലാം ഞാൻ സ്വന്തമാക്കിയെന്നായി, എല്ലാം ഞാൻ നേടിയെന്നായി, എല്ലാം എന്റെ കഴിവുകൊണ്ടെന്നായി, എന്റെ ശക്തി കൊണ്ടെന്നായി. അപ്പൊ കർത്താവ് ആ കൈ അങ്ങോട്ട് മാറ്റി. നീ പരിഭ്രമിച്ചു പോയി എന്നാ വചനം പറയുന്നത്. പിന്നോളം നടത്തിയത് നിന്റെ ദൈവമാണെന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചിലപ്പോ ക്ഷണനേരത്തേക്ക് കർത്താവ് മാറി നിൽക്കും. പക്ഷേ ഇരട്ടി തീഷ്ണതയോടെ തമ്പുരാൻ നമ്മളെ ചേർത്ത് നിർത്തും. അങ്ങനെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പോലെ ഒരുവനായി ഞാനും നിങ്ങളും കടന്നു പോകുന്ന സകല വേദനകളും സകല സങ്കടങ്ങളും സകല നൊമ്പരങ്ങളും നമുക്ക് മുമ്പേ കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ പിടഞ്ഞു മരിക്കുവോളം ഏറ്റെടുത്തിട്ട്, മോനെ, നിന്റെ സങ്കടങ്ങൾക്കൊരു ഉത്തരമുണ്ടെന്ന്, നിന്റെ വേദനകൾക്കൊരു ഉത്തരമുണ്ടെന്ന്, നിന്റെ വേദനകളും സങ്കടങ്ങളും ക്ഷണികമാണെന്നും ഇതിനുശേഷം ഒരു ഉത്ഥാനമുണ്ടെന്നും ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് സങ്കീർത്തകന്റെ പ്രത്യാശ.